അന്വേഷണത്തിൽ ധാരാളം ട്വിസ്റ്റുകൾ ഇനിയും വന്നല്ലേ പറ്റുള്ളൂ. കാരണം ഇപ്പം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന 98 മുതലുള്ള അന്വേഷണം, 27 വർഷത്തെ അന്വേഷണം 4 ഗ്രൂപ്പായിട്ട് 4 സെക്ഷനായിട്ട് അന്വേഷിക്കാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. ഹൈക്കോടതി അത് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. അപ്പം 4 ഘട്ടങ്ങളായിട്ടാണ് അന്വേഷണം വരുന്നത്. അതുകൊണ്ട് അവിടേക്ക് എന്ത് സംഭവിച്ചു എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ശബരിമലയിൽ നിന്ന് അവിടുത്തെ സ്വർണം മോട്ടിച്ച് ആ പണം വിദേശത്തോ നാട്ടിലോ അങ്ങനെ പണം വന്നിട്ടുണ്ട്, അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടിക്ക് കണ്ടുകെട്ടാം. പോലീസിനും കണ്ടുകെട്ടാനുള്ള അധികാരം. കാരണം തൊണ്ടി മുതൽ വിറ്റുള്ള പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് കണ്ടുകെട്ടാനുള്ളൂ. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരര് അറസ്റ്റിലായതിന്റെ ഞെട്ടലിലാണ് കേരളം. രാഷ്ട്രീയക്കാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും കുരുക്കിലാകുന്നതിനിടെയാണ് ട്വിസ്റ്റായി SIT തന്ത്രിയെ ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്തതും. എങ്ങനെയാണ് തന്ത്രി അറസ്റ്റിലായത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും മൊഴികളാണ് തന്ത്രിയെ കുരുക്കിയത്. കേസിലെ 1-ാം പ്രതിയായ പോറ്റി തന്നെ തന്ത്രിക്കെതിരെ മൊഴി കൊടുത്തു. തന്റെ പ്രവൃത്തികൾക്ക് തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു. അതായത് എല്ലാ തട്ടിപ്പും തന്ത്രി അറിഞ്ഞാണ് ചെയ്തത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് അന്നത്തെ തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്ന് പത്മകുമാർ അടക്കമുള്ളവരും നേരത്തെ മൊഴി നൽകിയിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. പുലർച്ചെ 4 മണിയോടെയാണ് കണ്ഠരര് രാജീവരര് സഹായിയായ നാരായണൻ നമ്പൂതിരിക്കൊപ്പം SITയുടെ മുന്നിൽ ഹാജരായത്. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കിടേഷും തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്തു. ഇതിന് പിന്നാലെ ഉച്ചകഴിഞ്ഞ് അറസ്റ്റ് ചെയ്തു. നേരത്തെ തന്ത്രിമാരായ കണ്ഠരര് രാജീവരിൽ നിന്നും കണ്ഠരര് മോഹനരിൽ നിന്നും SIT മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ശബരിമലയിൽ ഒട്ടേറെ വഴിപാടുകൾ നടത്തുന്ന ഭക്തൻ എന്ന നിലയിലും പൂജാരിയുടെ സഹായി എന്ന നിലയിലും പോറ്റിയെ പരിചയമുണ്ട് എന്നായിരുന്നു തന്ത്രിയുടെ ആദ്യത്തെ മൊഴി. സ്വർണ്ണപ്പാളികൾ പുതുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ദേവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് ചെയ്തത് എന്നും തന്ത്രി മൊഴി നൽകിയിരുന്നു. തട്ടിപ്പിന് തന്ത്രി കുടപിടിച്ചു എന്നാണ് SIT ഇപ്പോൾ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ അനുവാദം നൽകി തന്ത്രി നൽകിയ കുറിപ്പിലും ദുരൂഹതകൾ ഉയർന്നു. 2019 സ്വർണ്ണപ്പാളി തട്ടിപ്പ് കഴിഞ്ഞ വർഷം പുറത്തറിഞ്ഞപ്പോൾ ആദ്യം അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ തന്ത്രിയുടെ കുറിപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞുവെന്നാണ് കുറിപ്പിൽ തന്ത്രി പരാമർശിച്ചിരുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരിൽ നിന്നാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകാൻ അഭിപ്രായം എഴുതി വാങ്ങിയത്. ദ്വാരപാലകരിലും ശ്രീകോവിലിന്റെ തെക്കും വടക്കുമുള്ള മൂലകളിലും പൂശിയിട്ടുള്ള സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ പുതുതായി സ്വർണം പൂശി വൃത്തിയാക്കി വെക്കുന്നതിന് അനുവദിക്കാവുന്നതാണ് എന്നാണ് തന്ത്രിയുടെ കുറിപ്പിൽ കാണുന്നത് എന്ന് വിജിലൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതേസമയം 1998 ദ്വാരപാലക ശില്പങ്ങളിലും തെക്കും വടക്കുമുള്ള മൂലകളിലുമുള്ള തൂണുകളിലും സ്വർണം പൊതിയുകയായിരുന്നു എന്ന വസ്തുത തന്ത്രിയുടെ കുറിപ്പിലും ഉണ്ടായില്ല എന്ന് SIT അന്നേ ശ്രദ്ധിച്ചു. തന്ത്രി എഴുതിയതിൽ ചിലതിൽ മുരാരി ബാബു ഭേദഗതി വരുത്തി. താൻ എഴുതിക്കൊടുത്ത പോലെയല്ല മുരാരി റിപ്പോർട്ടിൽ എഴുതിയത് എന്ന് സെപ്റ്റംബറിൽ മോഷണ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ തന്ത്രി പ്രതികരിച്ചിരുന്നു. തട്ടിപ്പിന്റെ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തുറന്നു നൽകിയത് തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്നാണ് SITയുടെ വാദം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ പത്മകുമാറും തന്ത്രിയെ കുടുക്കുന്ന മൊഴിയാണ് നൽകിയത്. സ്വർണ്ണപ്പാളി വിഷയം മുതൽ എല്ലാ പ്രവർത്തിക്കും തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു എന്നാണ് മൊഴി. അതുകൊണ്ടാണ് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്ന സംശയം ഉടലെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദൈവതുല്യരായ പലരും ഉൾപ്പെട്ടതായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞിരുന്നു. ദൈവതുല്യരായി കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും എന്നായിരുന്നു പത്മകുമാർ മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. എന്നാൽ അത് തന്ത്രിയെക്കുറിച്ചാണോ എന്ന ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി നൽകിയിരുന്നില്ല. ദൈവതുല്യരായ എത്രയോ പേർ ഉണ്ടെന്നായിരുന്നു ഇതേക്കുറിച്ച് കണ്ഠരര് രാജീവരുടെ പ്രതികരണം. പിന്നീട് കോടതിക്ക് പുറത്തു വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വേട്ട നായ്ക്കൾ അല്ല എന്നായിരുന്നു പത്മകുമാറിന്റെ മറുപടി. ദൈവതുല്യൻ ശവന്തീനിയല്ല എന്നും എല്ലാം അയ്യപ്പൻ നോക്കിക്കോളുമെന്നും പത്മകുമാർ അന്ന് പറഞ്ഞിരുന്നു. പത്മകുമാർ ഈ പ്രതികരണം നടത്തിയ അതേ ദിവസമാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും
മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായും മന്ത്രിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. തന്ത്രി കുടുംബത്തിന്റെ ആളായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നും പത്മകുമാറിന്റെ മൊഴിയിലുണ്ടായിരുന്നു. SIT അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് നിയമത്തിന്റെ കൈകൾ തന്ത്രിയിലേക്ക് എത്തിയത്. ദേവസ്വം ബോർഡ് അംഗങ്ങളും മുൻ പ്രസിഡന്റുമാരും അറസ്റ്റിലാവുകയും മറ്റു ചിലർ സംശയനിഴലിൽ നിൽക്കുകയും ചെയ്യുകയാണ്. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ പ്രസിഡന്റ് പ്രശാന്തിനെയും കഴിഞ്ഞ ദിവസം SIT ചോദ്യം ചെയ്തിരുന്നു. കേസിൽ ആദ്യം സംശയിച്ച ചിലർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട്. ഇവർക്കെതിരെ തെളിവുണ്ട് എന്നും കേട്ടിരുന്നു. പക്ഷേ അവർക്കെതിരെ ഇനിയും SIT നീങ്ങിയിട്ടില്ല. അതിനിടെയാണ് പെട്ടെന്ന് തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തതും. അതിനിടെ തന്ത്രി മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം നടത്തിയിരുന്നതായി വിവരം പുറത്തു വന്നു. അന്വേഷണം തന്നിലേക്ക് വരികയാണ് എന്ന് തന്ത്രിക്ക് തോന്നി. എന്നാൽ അങ്ങനെയൊരു നീക്കമുള്ളതായി SIT അംഗീകരിച്ചില്ല. അതിനാൽ തന്നെ ആ ശ്രമം ഉപേക്ഷിച്ചു. തന്ത്രിയുടെ അനുമതിയോടെയാണ് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന പത്മകുമാറിന്റെ വാദം തെറ്റാണ് എന്ന് SIT പറഞ്ഞിരുന്നു. കേസന്വേഷണം ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളിലേക്കും പ്രസിഡന്റുമാരിലേക്കും മാത്രമാക്കി നീങ്ങിയത് തന്ത്രിക്കെതിരായ നീക്കം അറിയാതിരിക്കാനാണ് എന്നാണ് നിഗമനം. SITയുടെ അന്വേഷണ പരിധിയിൽ ആദ്യം തന്ത്രി ഉണ്ടായിരുന്നു. അപ്പോഴും തന്ത്രി നേരത്തെ തന്നെ ഇത് അറിഞ്ഞിരുന്നു. എങ്ങനെ അറിഞ്ഞു? SITയിലെ ആരെങ്കിലുമാണോ വിവരം ചോർത്തിയത്? തുടങ്ങി നിരവധി സംശയങ്ങൾ ബാക്കിയാകുകയാണ്. തന്ത്രി ഓരോ ഉത്സവ സീസണിലും മാസപൂജയ്ക്കും ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം പറ്റിയിരുന്നു. അതിനാൽ അഴിമതി നിരോധന വകുപ്പും തന്ത്രിക്കെതിരെ ചേർത്തിട്ടുണ്ട്. SIT അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് നിയമത്തിന്റെ കൈകൾ തന്ത്രിയിലേക്ക് എത്തിയത്. ഇത് മനഃപൂർവ്വം വൈകിച്ചതാണ് എന്ന സംശയവുമുണ്ട്. അതിനിടെ സ്വർണ്ണക്കൊള്ള കേസിന്റെ മാനം തന്നെ മാറ്റുന്ന തരത്തിലുള്ള തന്ത്രിയുടെ അറസ്റ്റ് കേസിൽപ്പെട്ട CPM നേതാക്കളെ രക്ഷപ്പെടുത്താൻ ചെയ്തതാണോ എന്ന സംശയവും ചിലർ ഉന്നയിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാനിരിക്കെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് സർക്കാരിനെ സംരക്ഷിക്കലാണോ ഉദ്ദേശം? സർക്കാരിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണോ അവസാനത്തെ ചില അറസ്റ്റുകൾ SIT വൈകിച്ചത് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റും സംശയത്തിന്റെ നിഴലിലാവുന്നത്. ഇനി ജനങ്ങൾ ഉറ്റുനോക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനും മറ്റും ഇതിൽ പങ്കുണ്ടോ എന്നാണ്. തന്ത്രിയുടെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10 ആയി. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ, മുൻ ദേവസ്വം കമ്മീഷണർ N വാസു, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, D സുധീഷ് കുമാർ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ, മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാർ തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായവർ. അതേസമയം വെള്ളിയാഴ്ച ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ EDയും കേസെടുത്തിട്ടുണ്ട്. SIT അന്വേഷിക്കുന്ന കേസിലെ അതേ പ്രതികൾ തന്നെയാണ് ED കേസിലെ പ്രതിപട്ടികയിലുള്ളത്. കേസിലെ അറസ്റ്റ് തന്ത്രിയിൽ അവസാനിക്കുമോ? ഹൈക്കോടതി പറഞ്ഞ വലിയ മീനുകൾ ഇനിയുമുണ്ടോ? ഈ സംശയങ്ങൾ ബാക്കിയാണ്. സ്വർണം കട്ടത് ആരപ്പ, തന്ത്രിയുമാണേ അയ്യപ്പ എന്ന് മാറ്റിപ്പാടുമോ ജനങ്ങൾ? ഇനി സ്വാഭാവികമായും ഉയരാനുള്ള ചോദ്യം, കടകംപള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾ, CPMന്റെ നേതാക്കൾ ഇപ്പോഴും സംശയ നിഴലിലാണ്. അപ്പോൾ കടകംപള്ളി പോലുള്ള വൻമരങ്ങൾ വീഴാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ? ആ സാധ്യത ഇനിയുണ്ട്, അറസ്റ്റിനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പണം ആരൊക്കെ കൈപ്പറ്റിയെന്നൊക്കെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. ശബരിമലയിലെ സ്വർണം കട്ടുമോട്ടിച്ച് അതിൽ നിന്ന് കിട്ടിയ സാമ്പത്തിക ലാഭം ആരൊക്കെ ഷെയർ ചെയ്തു, എവിടൊക്കെ പോയി എങ്കിൽ അവരെല്ലാം ഇതിനകത്ത് പ്രതിയാവുമല്ലോ. അതിനകത്ത് ദേവസ്വം മന്ത്രിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തില്ലേ പറ്റുള്ളൂ. ഇപ്പം മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് കിട്ടിയില്ല എന്ന് ആണ് ഈ തന്ത്രിയുടെ വാദഗതിയെങ്കിൽ, ആ മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയവരുണ്ടല്ലോ, കിട്ടിയവരപ്പം പ്രതിയാവും. കിട്ടാത്ത ഒരാളും ചിലപ്പോൾ ഇപ്പം പ്രതിയായല്ലോ. കാരണം അദ്ദേഹത്തിന് അത് തടയാമായിരുന്നു. ആ സാധനം വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതനുസരിച്ച് ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് തന്ത്രി തന്നെയാണ്. ശബരിമലയിലെ പൂജയുടെയും അവിടുത്തെ ശബരിമല ദൈവത്തിൻ്റെയും ഒക്കെ ഒരു അതോറിറ്റി അത് തന്ത്രി തന്നെയാണ്. ആ തന്ത്രി പറയുന്നത് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതുപോലെയുള്ള അമ്പലങ്ങളിലെ കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹം തടഞ്ഞില്ല? ഇനി അദ്ദേഹത്തിന് വല്ല ഭീഷണിയുണ്ടോ? അത് നമുക്കറിയില്ലല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അറസ്റ്റിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറയുമോ എന്നറിയില്ല.
എങ്കിലും കോടതിയിൽ വരുമ്പം എന്തുകൊണ്ടാണ് താൻ തടയാതിരുന്നത് എന്നൊരു വാദഗതി ചിലപ്പം അദ്ദേഹം പറയാം. താൻ എന്തുകൊണ്ട് അത് തടഞ്ഞില്ല, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തനിക്കൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടെത്തിയണമല്ലോ. എങ്കിലേ ആ കുറ്റച്ചാർജ് ഒരു ഡിഫക്റ്റ് ഇല്ലാതെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു. CPM-ന് ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇനിയും അന്വേഷണം നീളുകയാണ് എങ്കിൽ, വൻമരങ്ങൾ വീഴുകയാണ് എങ്കിൽ അത് സർക്കാർ പ്രതിരോധത്തിലാകാൻ ഇടയാകുമോ? സർക്കാർ എങ്ങനെയാണെങ്കിലും ഇപ്പം പ്രതിരോധത്തിലാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സർക്കാരിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ പലരും അറസ്റ്റ് ചെയ്തല്ലോ. കാരണം സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത വൃത്തമാണല്ലോ പത്മകുമാർ, വാസു ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പം അറസ്റ്റിലായി, റിമാൻഡിലായി, കുറേ ദിവസം കൊണ്ട് സബ് ജയിലിൽ കിടക്കുകയാണ്. ഇപ്പം ശബരിമല കണ്ഠരരും തന്ത്രിയും ഇന്നിപ്പോൾ അറസ്റ്റായി. അദ്ദേഹത്തിനെ ഇന്ന് കൊല്ലം കോടതിയിൽ കൊണ്ടുപോയി വിജിലൻസ് കോടതി ഹാജരാക്കും. തീർച്ചയായിട്ടും റിമാൻഡ് ചെയ്യും. പൂജപ്പുര സബ് ജയിലിൽ കിടന്നേ പറ്റൂ. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED-യും കേസെടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം കുരുക്കാകാനുള്ള സാധ്യതയുണ്ട്? പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ടോ? ശബരിമലയിൽ നിന്ന് അവിടുത്തെ സ്വർണം മോട്ടിച്ച് ആ പണം വിദേശത്തോ നാട്ടിലോ അങ്ങനെ പണം വന്നിട്ടുണ്ട്. അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ED-ക്ക് കണ്ടുകെട്ടാം. പോലീസിനും കണ്ടുകെട്ടാനുള്ള അധികാരം. കാരണം തൊണ്ടി മുതൽ വിറ്റുള്ള പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് കണ്ടുകെട്ടാനുള്ളൂ. ഒരു കാര്യം കൂടി, ഈ അന്വേഷണം ക്ലൈമാക്സിലേക്ക് എത്തിയോ? ഇനി ഇപ്പോഴത്തേതുപോലെ എന്തെങ്കിലും ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ? അന്വേഷണത്തിൽ ധാരാളം ട്വിസ്റ്റുകൾ ഇനിയും വന്നല്ലേ പറ്റുള്ളൂ. കാരണം ഇപ്പം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന 98 മുതലുള്ള അന്വേഷണം, 27 വർഷത്തെ അന്വേഷണം 4 ഗ്രൂപ്പായിട്ട് 4 സെക്ഷനായിട്ട് അന്വേഷിക്കാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. ഹൈക്കോടതി അത് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. അപ്പം 4 ഘട്ടങ്ങളായിട്ടാണ് അന്വേഷണം വരുന്നത്. അതുകൊണ്ട് അവിടേക്ക് എന്ത് സംഭവിച്ചു എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം.